തമിഴ് സിനിമയെ പാൻ ഇന്ത്യൻ ആക്കി മാറ്റാനും അതേപോലെ ഹോളിവുഡ് ലെവലിലേക്ക് എത്തിക്കാനും കഴിവുള്ള ഒരു അത്ഭുത പ്രതിഭാസം. അതാണ് വിജയ് സേതുപതി. വിജയ് സേതുപതിയായിട്ട് ഇന്നലെ റിലീസ് ചെയ്ത തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ നിരൂപക പ്രശംസ ഏറ്റുകൊണ്ടിരിക്കുന്ന പടമാണ് മഹാരാജ. നിതിൻ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ആളാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു സ്പാനിഷ് കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഈ കഥ തമിഴ്നാട്ടിൽ എടുത്തിട്ടുള്ളത്. തമിഴ് ലാംഗ്വേജാണ് ഒറിജിനൽ ഫിലിം ലാംഗ്വേജ്. അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, കന്നഡയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്നുള്ള രീതിയിലേക്കാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൽ വിജയ് സേതുപതി, അതേപോലെ അതിനകത്ത് വില്ലൻ റോളിൽ ചെയ്തിട്ടുള്ള അനുരാഗ് കശ്യപ്, സപ്പോർട്ടിങ് ആക്ടേഴ്സ്, പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾ, അവരൊക്കെ അത്രക്കും നന്നായിട്ട് ഈ പടത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പടം എക്സിക്യൂട്ട് ചെയ്യാൻ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള നിതിൻ സ്വാമിനാഥന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മേക്കിങ്. കഥയുടെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി എന്നൊരു സാധനം അത് നഷ്ടപ്പെട്ടു. അത് ഒരു സാധനമാണോ, ഒരു പേഴ്സണാണോ, ഇനി എന്തെങ്കിലും പിന്നെ ഗോൾഡ് പോലുള്ള സാധനമാണോ എന്നൊന്നും അറിയാതെ പോലീസ് അതിൻ്റെ പിന്നാലെ അന്വേഷിക്കാൻ പോവുക. പിന്നെ അവസാനം അതൊരു കുപ്പത്തൊട്ടിയാണെന്ന് അറിയപ്പെടുക, ഒരു വേസ്റ്റ് ബിന്നാണെന്ന് അറിയപ്പെടുക, മനസ്സിലാവുക. അപ്പോൾ അതിനെ അന്വേഷിച്ച് പോവുക. അപ്പോൾ അതിനു വേണ്ടി മാത്രമുള്ളൊരു അന്വേഷണമല്ല എന്നുള്ള രീതിയിലുള്ള ഓരോ സംഭവങ്ങളും, അതിൻ്റെ പിന്നിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്നുള്ള കാര്യങ്ങളും, അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് വേറെ പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. അത്യന്തം ത്രില്ലർ എലമെൻറ്റ് കീപ്പ് ചെയ്തിട്ട് ഈ പടം കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള സോങ്സ്, അതേപോലെ തന്നെ ബി ജി എം ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആക്ഷനിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ബി ജി എം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എക്സലൻ്റ് ആണ്. ഫൈറ്റ് സീൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് എടുക്കാനായിട്ട് കഴിയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈന്, അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട്, അതായത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോരാ, ഇതിലും ബെറ്റർ ആയിട്ട് ഇനി ഒരു പടം എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അറിയില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാനായിട്ട് ഇതിലെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിജയ് സേതുപതി നമുക്കറിയാം, ഓരോ പടം കഴിയും തോറും പോളിഷ് ചെയ്ത് അദ്ദേഹം വേറെ ലെവലിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെറി ക്രിസ്മസ് പറഞ്ഞിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള വെബ് സീരീസ് സിനിമകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോൾ അത്രക്കും പിന്നെ ഫർസി എന്ന് പറഞ്ഞ വെബ് സീരീസ് കണ്ടു. അത്രക്കും മികച്ച രീതിയിൽ അദ്ദേഹം ഓരോ പടങ്ങളും പോളിഷ് ചെയ്ത് അതിനകത്ത് അദ്ദേഹം ഇതിനപ്പുറം എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആ ഒരു മനുഷ്യൻ ഈ പടത്തിൽ അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ബ്യൂട്ടി. പടത്തിൽ വിജയ് സേതുപതി ചെയ്യുന്ന കഥാപാത്രം മഹാരാജ എന്ന പേരുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പേരിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഈ പേര് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. എപ്പോഴും അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എൻ്റെ പേര് മഹാരാജ എന്ന് പറഞ്ഞിട്ടാണ്. അത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറി കാര്യങ്ങൾ പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ വേസ്റ്റ് ബിന്നെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോൾ, അത് പോലീസുകാരോട് വിവരിക്കുമ്പോൾ, ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളും എക്സ്പ്രഷൻസും പിന്നെ അതൊക്കെ അത്രക്കും ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തു വെക്കാനായിട്ട് കഴിയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഓരോ കാര്യങ്ങൾ പോലും സ്പോയിലേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നത്. വില്ലനായിട്ട് അഭിനയിച്ച അനുരാഗ് കശ്യപിൻ്റെ റോള് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അദ്ദേഹം അത്രക്കും ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇമൈക്കനോഡികൾ എന്ന് പറഞ്ഞ പടം, നയൻതാര നായികയായിട്ട് അഭിനയിച്ച പടമായിരുന്നു. അതിനകത്ത് വില്ലനായിരുന്നു അനുരാഗ് കശ്യപ് അതിനകത്ത് ചെയ്തു വെച്ചതിൻ്റെ എത്രയോ മടങ്ങ് അപ്പുറമാണ് ഈ പടത്തിലും ചെയ്തു വെച്ചിട്ടുള്ളത്. വിജയ് സേതുപതിയും അനുരാഗ് കശ്യപും മത്സരിച്ച് അഭിനയിക്കണ മാതിരിയാണ് ക്ലൈമാക്സ് സീനുകളൊക്കെ എനിക്ക് തോന്നിയത്. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുള്ള, നല്ല രീതിയിൽ പ്രേക്ഷകരുടെ ഇമോഷൻസിനെ ഡീൽ ചെയ്യുന്ന നല്ല രീതിയിലുള്ള ബീജിയം വെച്ചിട്ടുള്ള ഒരു മാസ്റ്റർ ക്രാഫ്റ്റാണ് ഈ മഹാരാജ എന്ന് പറഞ്ഞ പടം. തിയേറ്റർ വാച്ചാണ്, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ഒരു 8.5 to 9 ഔട്ട് ഓഫ് 10 തന്നെ സ്കോർ കൊടുക്കാം. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് ഈ മഹാരാജ. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വയലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 12 വയസ്സിൻ്റെ ചോടുള്ള കുട്ടികളെ തിയേറ്ററിൽ പോയിട്ട് കാണിക്കുന്നത് കുറച്ചൊരു പ്രയാസമായിരിക്കും. അതർവൈസ് ഈ ഒരു പടം ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഫ്രീ ടൈം ഉണ്ട്, നല്ലൊരു അടിപൊളി ത്രില്ലർ, ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ മൂവിയാണ് നിങ്ങൾക്ക് കാണണം എന്നുള്ള ആഗ്രഹമുള്ളെങ്കിൽ ഈ പടം തിയേറ്ററിൽ പോയിട്ട് കണ്ടോളൂ. ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ വിജയ് സേതുപതിയും അനുരാഗ് കശ്യപും സപ്പോർട്ടിങ് ആക്ടേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം.